പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. ഗൃഹസ്ഥനായ ബ്രാഹ്മണൻ വരരുചിയെ സ്വീകരിച്ചിരുത്തി കുശലാന്വേഷണം ചെയ്തു. തന്റെ അതിഥി സാക്ഷാൽ വരരുചിയാണെന്നറിഞ്ഞപ്പോൾ ബ്രാഹ്മണന്റെ മുഖത്ത് സന്തോഷം കളിയാടി. എല്ലാ ദിവസവും ബ്രാഹ്മണ ഭോജനം നടത്താറുണ്ട്. കാൽ കഴുകിച്ചൂട്ട് എന്ന് പറയും. ഇന്നത്തെ കാൽ കഴുകിച്ചൂട്ടിന് മഹാസാത്വികനും പണ്ഡിതകേസരിയും വിശ്വപ്രസിദ്ധനുമായ ഒരു മഹാബ്രാഹ്മണനെ തന്നെ ഇതാ ലഭിച്ചിരിക്കുന്നു. അദ്ദേഹം തന്റെ മകളെ വിളിച്ചു. പഞ്ചമി. പഞ്ചമിയുടെ മുഖം വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. എന്താച്ചാ? നമ്മൾ ഭാഗ്യം ചെയ്തവരാണ് പഞ്ചമി. വരരുചിയെ അതിഥിയായി ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നു. എല്ലാം വേഗം ഒരുക്കൂ. ബ്രാഹ്മണൻ പറഞ്ഞു. വരരുചി ആ പെൺകുട്ടിയെ ഒരു നിമിഷം നോക്കി. ജീവിതത്തിൽ ഇതിനു മുമ്പുണ്ടായിട്ടില്ലാത്ത വിധം ഒരടുപ്പം ആ യുവതിയോട് അദ്ദേഹത്തിന് തോന്നി. എന്തൊരു സൗന്ദര്യം, എന്തൊരു മുഖകാന്തി! ബ്രാഹ്മണഗൃഹവും പരിസരവും വരരുചിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. പഞ്ചമി സുന്ദരിയാണ്, തീർച്ച. അവൾ തന്റേടവും ബുദ്ധിശക്തിയും ഉള്ളവളായിരിക്കുമോ? എങ്കിൽ തന്റെ ഭാഗ്യം. ഛേ, താൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? പെട്ടെന്ന് കണ്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആശിക്കുകയോ? ജീവിതത്തിൽ ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്ന് ഉറപ്പിച്ചതല്ലേ? താൻ ഇത്ര മനക്കരുത്തില്ലാത്തവനാണോ? എല്ലാം പെട്ടെന്നൊരുക്കാമച്ചാ, പഞ്ചമി പറഞ്ഞു. വരരുചി ചിന്തയിൽ നിന്നും ഞെട്ടിയുണർന്നു. നിമിഷങ്ങൾക്കുള്ളിൽ പഞ്ചമി തിരിച്ചു വന്നു. സ്നാനത്തിനുള്ളതെല്ലാം തയ്യാറായിട്ടുണ്ടച്ചാ, അവൾ പറഞ്ഞു. എത്രമേൽ മധുരമായ ശബ്ദം! ഇങ്ങനെയൊരു ശബ്ദം താൻ ഇതുവരെ കേട്ടിട്ടില്ലെന്ന് വരരുചിക്ക് തോന്നി. എന്തായാലും ഒന്ന് പരീക്ഷിക്കാൻ തന്നെ വരരുചി തീർച്ചയാക്കി. എന്നാൽ ഇനി കുളിക്കാനിറങ്ങുകയല്ലേ വരരുചി? ബ്രാഹ്മണൻ ചോദിച്ചു. കുളിക്കണം, വിധി പോലെ പൂജ ചെയ്യണം, ഊണ് കഴിക്കണം. പക്ഷേ ഞാൻ ഊണ് കഴിക്കണമെങ്കിൽ ചില ദുർഘടങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ ഇവിടെ സാധിക്കുമോ എന്നറിയണം. എന്നിട്ടേ കുളിക്കാൻ പോകുന്നുള്ളൂ, വരരുചി പറഞ്ഞു. ദുർഘടങ്ങൾ എന്തെല്ലാമാണെന്നറിഞ്ഞില്ല, ബ്രാഹ്മണൻ സവിനയം പറഞ്ഞു. വരരുചി അറിയിച്ചു. കുളി കഴിഞ്ഞു വന്നാൽ എനിക്കുടുക്കാൻ വീരാളിപ്പട്ട് വേണം. 100 പേർക്ക് ഭക്ഷണം കൊടുത്തിട്ടേ ഞാനുണ്ണു. അയ്യോ! ഗൃഹനാഥൻ അമ്പരന്നു. കഴിഞ്ഞില്ല, ഊണിന് 1000 കറി വേണം. ഊണ് കഴിഞ്ഞാൽ എനിക്ക് 3 പേരെ തിന്നണം. 4 പേരെന്നെ ചുമക്കുകയും വേണം, വരരുചി കൂസലന്യെ പറഞ്ഞു. വാതിൽക്കൽ നിന്നുകൊണ്ട് പഞ്ചമി ചെറുങ്ങനെയൊന്ന് കുലുങ്ങിച്ചിരിച്ചു. വീണക്കമ്പിയിൽ വിരൽ മുട്ടിയാലുണ്ടാവുന്ന ശബ്ദം പോലെ തോന്നി വരരുചിക്ക്. വരരുചി അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കി. പഞ്ചമി താണസ്വരത്തിൽ പറഞ്ഞു. അച്ഛാ, ഒട്ടും പരിഭ്രമിക്കണ്ട, ഇതൊക്കെ പെട്ടെന്ന് ശരിയാക്കാം. അദ്ദേഹം സ്നാനം കഴിച്ചു വരട്ടെ, ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. ബ്രാഹ്മണൻ മകളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഒരു നിമിഷം ചിന്തിച്ചു നിന്നു. ഇല്ല, തന്റെ മകൾ ബുദ്ധിയുള്ളവളാണ്. അവൾ വെറുതെയൊന്നും പറയില്ല. ഇന്ന് വരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുമില്ല. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.